കർക്കിടക മാസത്തിലാണ് ക്ഷേത്രങ്ങളിൽ പ്രധാനമായും ആനയൂട്ട് നടക്കുന്നത്. ആനകൾക്ക് സ്വാദിഷ്ടമായ ഭക്ഷണം നൽകുന്നത് വഴി സമ്പത്തിൻ്റെയും ആഗ്രഹ പൂർത്തീകരണത്തിൻ്റെയും ദേവനായ ഗണപതിയെ തൃപ്തിപ്പെടുത്താനുള്ള ഒരു മാർഗമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെ ആനയൂട്ടിനായി കളഭക്കുറിയും ചേർത്തി 3 ഗജവീരന്മാരാണ് ഊരുട്ടുവിള ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ അണിനിരുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ആനയൂട്ട് കാണുന്നത്. താലപ്പൊലികളും മുത്തുക്കുടകളും ചെണ്ടമേളങ്ങളുടെയും അകമ്പടിയോടെയാണ് ഈ ഗജവീരന്മാരെ സ്വീകരിച്ചത്. ആനയൂട്ട് കാണാനായി ഒത്തിരി ഭക്തജനങ്ങളാണ് ഇവിടെ തടിച്ചുകൂടിയത്. കുസൃതിക്കാരന്മാരാണ് കേട്ടോ ഈ 3 ഗജവീരന്മാർ. ഉണ്ണിമങ്ങാട് ഗണപതിയുടെ സ്വീകരണമാണിത്. ഒന്ന് സ്വീകരിച്ചതേ ഉള്ളൂ. തുമ്പിക്കൈയും ഉയർത്തി തലയും മാറ്റി ക്ഷേത്രത്തിനുള്ളിലോട്ട് കടന്നു. വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്നത് കൊണ്ടായിരിക്കാം ഇത്രയും സന്തോഷം. അങ്ങനെ ആനയൂട്ടിന് വന്ന ഓരോ ആനകൾക്കും വമ്പൻ വരവേൽപ്പാണ് അവിടുത്തെ ആനപ്രേമികൾ ഒരുക്കിയിരുന്നത്. ഏറ്റുമാനൂരപ്പനും വൈക്കത്തപ്പനും കൊടികൊള്ളുന്ന അക്ഷരനഗരിയുടെ വിരിമാറിൽ നിന്നും അനന്തപുരിയുടെ മണ്ണിൽ കൈപിടിച്ചെത്തിയ സഖ്യസുന്ദരി. സഖ്യന്റെ മടിത്തട്ടിൽ പിറവികൊണ്ടും മലയും ചുരവും താണ്ടി മലയാള മണ്ണിൽ വന്നിറങ്ങി പെണ്ണഴകിന്റെ സൗന്ദര്യം എന്തെന്ന് കാട്ടിക്കൊടുത്തവൾ. ചെന്നെത്തിയ മണ്ണിലെല്ലാം അഴകുകൊണ്ട് വിസ്മയം സൃഷ്ടിച്ച ഗജകുല റാണി. മൈലൂർ അനുലക്ഷ്മിക്കും സാരഥിമാർക്കും ഊരോട്ടുവിള അമ്മയുടെ പുണ്യഭൂമിയിലേക്ക് സ്വാഗതം. ദേവനെയും ദേവതയും ശിരസിലേറ്റി ഇന്ദ്രനെയും ചന്ദ്രനെയും പോലെ തന്നിലേക്ക് ആവാഹിച്ച് ചെന്നെത്തിയ മണ്ണിലെല്ലാം ശാന്തതയുടെ നേർരൂപം എന്തെന്ന് കാട്ടിക്കൊടുത്തവൻ. ചെന്നെത്തിയ മണ്ണിലെല്ലാം അഴകുകൊണ്ടും ശാന്തത കൊണ്ടും